ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ള കാര്യമാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഡിപ്രഷൻ മുതലായവ ആങ്സൈറ്റി മുതലായ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുവാനും അത് അഡ്രസ്സ് ചെയ്യാനും നിങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പലപ്പോഴും പല വ്യക്തികളിലും സൈക്കോളജിസ്റ്റ് തിരഞ്ഞെടുപ്പുകളുടെ കാര്യത്തിൽ അപാകതകൾ സംഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് പലരും എൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഒരു സൈക്കോളജിസ്റ്റ് കാണുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു സൈക്കോളജിസ്റ്റിന് ആവശ്യമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ്. ഈ ഒരു സൈക്കോളജിസ്റ്റിന് MSc MPhil ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഒരു ബിരുദം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് കാണാൻ പോകുന്നതെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് RCA സർട്ടിഫിക്കേഷൻ ബാധകമാണ്. എന്താണ് RCA സർട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ലൈസൻസ് ഈ പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകുന്നതുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നതെങ്കിൽ അവർക്ക് ഈ പറയുന്ന RCA രജിസ്ട്രേഷൻ ബാധകമല്ല. പക്ഷേ അവർക്ക് യോഗ്യതകൾ ആവശ്യമാണ്. MA അല്ലെങ്കിൽ MSc സൈക്കോളജിയാണ് അവരുടെ യോഗ്യത. ഇനി എങ്ങനെ നമുക്ക് ഈ യോഗ്യതകൾ പരിശോധിക്കാം എന്നുള്ളത് ഒന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ വ്യക്തികളുടെ ഈ പറയുന്ന വിദ്യാഭ്യാസ പശ്ചാത്തലം നമ്മുടെ വെബ്സൈറ്റിലോ പ്രൊഫൈലിലോ പോയി പരിശോധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കോൾ ചെയ്യുന്ന സമയത്ത് അവരോട് അവരുടെ യോഗ്യതകൾ എന്തെല്ലാമാണ്, അവർ ഏത് കാര്യത്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് അറിഞ്ഞിരിക്കേണ്ടത് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറുടെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നിങ്ങളുടെ പ്രശ്നത്തിലെ സ്പെഷ്യലൈസേഷൻ എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വിഷയമായിട്ട് ഈ പറയുന്ന കൗൺസിലർക്കോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോ എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ സൈക്കോളജിസ്റ്റുകളും എല്ലാ വിഷയങ്ങളിലും വിദഗ്ധരാകണമെന്നില്ല. ഇപ്പോൾ LGBTQA പശ്ചാത്തലത്തിലുള്ള ഒരു വിഷയം നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ടോ, ആ കാര്യത്തിൽ എക്സ്പെർട്ടൈസ് ഉണ്ടോ, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പിലോ ഫാമിലി കൗൺസിലിങ്ങിലോ ഈ വ്യക്തിക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി വിഷാദം, ഇനി കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണോ ഈ പറയുന്ന വ്യക്തി എന്നുള്ളതും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ സ്പെഷ്യലൈസും നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഗൂഗിൾ റേറ്റിംഗ് റിവ്യൂസിലോ ഒക്കെ നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും. ഇനി ഭാഷാപരമായിട്ടുള്ള സൗകര്യം, മറ്റേ സാംസ്കാരിക അവബോധം. അതായത് എപ്പോഴും നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളത്. അതായത് എല്ലാവരും മലയാളത്തിൽ തന്നെയല്ല സംസാരിക്കുക, ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണോ ഇയാളെന്നുള്ളതും നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. ഇനി സാമൂഹിക പശ്ചാത്തലവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി പോയിട്ട് ഒരു കൽക്കട്ടയിൽ പോയിരിക്കുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കേരളത്തിലെ സാമൂഹിക പശ്ചാത്തലവും അയാളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലവും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കൽക്കട്ടയിൽ ഇരിക്കുന്ന സൈക്കോളജിസ്റ്റിന് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാകുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണോ അല്ലെങ്കിൽ കൗൺസിലർ ആണോ ഈ വ്യക്തി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാത്തിലും ഉപരി വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങളുടെ അടുത്ത് ജഡ്ജ്മെൻറ്റിലൊന്നും അല്ലാതെയാണ് ഈ സൈക്കോളജിസ്റ്റ് പെരുമാറുന്നത്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള യാതൊരു ഇൻഫ്ലുവൻസും നിങ്ങളുടെ കാര്യത്തിൽ പുലർത്തുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വം നൽകും. ഇനി വിശ്വാസം. ഇത് കോൺഫിഡൻഷ്യാലിറ്റി മാനേജ് ചെയ്യുക എല്ലാ സൈക്കോളജിസ്റ്റിൻ്റെയും ഒരു അഭിഭാജ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ പറയുന്ന നിങ്ങൾ കാണുന്ന സൈക്കോളജിസ്റ്റ് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. അതായത് നമുക്ക് എന്തും തുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം ഈ പറയുന്ന സൈക്കോളജിസ്റ്റിനോട് തോന്നുന്നുണ്ടോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി, അതായത് പല വ്യക്തികളും നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറൊരു മനുഷ്യനോട് ഷെയർ ചെയ്യുന്നുണ്ടോ, നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി ഈ പറയുന്ന സൈക്കോളജിസ്റ്റ്
കൃത്യമായി പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി തെറാപ്പി രീതിയെക്കുറിച്ചിട്ടുള്ളതാണ്. ഇനി എന്ത് തരം തെറാപ്പിയാണ് സൈക്കോളജിസ്റ്റ് ഏത് തെറാപ്പി രീതിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് പലതരം തെറാപ്പികൾ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ DBT, CBT, അതുപോലെ ടോക്ക് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം അവരോട് ചോദിക്കാവുന്നതാണ്. ഏത് തരം തെറാപ്പിയാണ് എനിക്കോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള സാധനം നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. അവരിതൊരു പ്രോപ്പറായിട്ട് ആൻസർ തരുവാണെങ്കിൽ നിങ്ങൾക്കതൊരു നല്ല സൈക്കോളജിസ്റ്റ് ആണെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഫീസും ലഭ്യതയും എന്നുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർമലി ട്രിവാൻഡ്രത്തെ ഒരു നല്ല സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പെർ അവർ ചാർജ് എന്ന് പറയുന്നത് 1500 മുതൽ 2000 രൂപ വരെയാണ്. ചില വ്യക്തികൾ 1000-നും 2000-നും ഇടയിൽ ചാർജ് ചെയ്യാറുണ്ട്. പക്ഷേ ഓവറായിട്ട് ഇങ്ങനെ ഈ ഒരു ഫീസ് മേടിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടുവരാറുണ്ട്. ചില ആൾക്കാർ വളരെ ഫേമസ് ആകുമ്പോൾ 3000 മുതൽ 4000, 5000 മുതൽ ഒക്കെ ഒരു ചിലപ്പോൾ മണിക്കൂറിനൊന്നും ആയിരിക്കില്ല, 30 മിനിറ്റ് 40 മിനിറ്റിനൊക്കെ അങ്ങനെ ചാർജ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. പക്ഷേ ഫീസ് എപ്പോഴും ഈ ഒരു റേറ്റിലാണ് ട്രിവാൻഡ്രത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റേറ്റ് ഉള്ള ഒരു സൈക്കോളജിസ്റ്റും നിങ്ങളിത് നോക്കുക. ഒരുപാട് എക്സ്പെൻസ് ആവാത്ത തരത്തിലുള്ള ഒരു കാര്യവും. പിന്നെ ഈ ലൈഫ് കോച്ച് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ യോഗ്യതകൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ലൈഫ് കോച്ച് നിങ്ങളെ അപകടത്തിലാക്കാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്നുള്ളത് ഉറപ്പായിട്ടും അയാളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസിലോ ഒക്കെ തന്നെയാണ് ഇത് പരിശോധിക്കാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ അടുത്ത നിങ്ങളുടെ ഈ പറയുന്ന തെറാപ്പിക്കൊക്കെ പോകുന്ന ഒരു സുഹൃത്തിനോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവരിത് കൃത്യമായിട്ട് പറയും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, ഈ സൈക്കോളജിസ്റ്റ് നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ ചോദിക്കാവുന്നതാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ എനിക്കൊരു കഴിവുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഇങ്ങനെയാണ് എൻ്റെ സൈക്കോളജിസ്റ്റ് മുന്നോട്ട് കാണിക്കുന്നത്, ഇതൊരു ശരിയായിട്ടുള്ള പ്രവണതയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അത് അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ മാത്രമേ നമുക്കൊരു നല്ല സൈക്കോളജിസ്റ്റിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ. അതുപോലെ സൈക്കോളജിസ്റ്റ് നിങ്ങളെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻസിസ്റ്റ് ചെയ്യുകയോ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതായത് റിലീജിയസ് ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ നേർക്ക് അടിച്ച് ഏൽപ്പിക്കാനായിട്ട് പാടില്ല. അത് നിങ്ങളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ഗൈഡ് ചെയ്യാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവും എന്നുള്ളത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഒരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ ഒരു മതവിശ്വാസമോ ഒന്നും അടിച്ചേൽപ്പിക്കുന്ന ഒരാളാവരുത് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോകുമ്പോൾ. ഇത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻബോക്സിലോ കമൻറ്റിലോ ചോദിക്കാവുന്നതാണ്. തിരിച്ച് ഞാൻ വീഡിയോയിലൂടെ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ.